ഞങ്ങളിപ്പോൾ മുണ്ടക്കയത്തിനടുത്തുള്ള വണ്ടമ്പതൽ ഫോറസ്റ്റിലാണ്. ഉമ്മയുണ്ടാക്കി തന്ന പൊതിച്ചോറ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. ഞങ്ങൾ ബേർഡ് വാച്ചിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഉപദ്രവകാരികളായ വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. റോഡിന്റെ സൈഡിൽ തന്നെ ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞങ്ങൾ കയറി. ആദ്യം തന്നെ ഞങ്ങൾ അവിടെ ഒരു ജംഗിൾ ബബ്ലർ, പൂത്താങ്കിരി എന്ന് വിളിക്കുന്ന കിളിയെ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പൂത്താങ്കിരിയുടെ ഒരു കൂട്ടം അങ്ങോട്ട് വന്നു. ഇത്രയും ജംഗിൾ ബബ്ലർ ഞങ്ങൾ ആദ്യമായാണ് കാണുന്നത്. കണ്ടില്ലേ എന്തോരമാണെന്ന് നോക്ക്. എന്തെങ്കിലും കണ്ടിട്ടോ അപകടം പറഞ്ഞിട്ടോ ആയിരിക്കും അവരിങ്ങനെ ശബ്ദമിടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാളുടെയും കൂടെ ശബ്ദം കേൾക്കുന്നുണ്ട്, കേട്ടില്ലേ? അത് ഏഷ്യൻ കോയിലിൻ്റെ ആണ്. പിന്നെ ഞങ്ങൾ ആ വഴിയിലൂടെ കുറച്ചും കൂടി ഉള്ളിലേക്ക് നടന്നു. എന്ത് രസമല്ലേ ഇവിടേക്ക് കാണാൻ. ഇവിടെ തന്നെ ഞങ്ങൾ വേറൊരു കൂട്ടം പക്ഷികളെയും കണ്ടു. കണ്ടില്ലേ ആ കുറ്റിക്കാടിൻ്റെ ഇടയിൽ? കണ്ടില്ലേ എത്ര പക്ഷികളാണെന്ന്? അത് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ് ആണേ. ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇത്ര കൂട്ടം ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഇടയിലൊക്കെ കണ്ടില്ലേ എത്ര ബേഡ്സാണ്. അതിൻ്റെ ഇടയിൽ പച്ചിലക്കുടിക്കെന്ന് വിളിക്കുന്ന നമ്മുടെ വൈറ്റ് ചിക്കഡ് ബാർബറ്റും ഉണ്ട്. ശരിക്കും എന്ത് ഭംഗിയുള്ള കാഴ്ചയല്ലേ. കണ്ടില്ലേ ഒരു പച്ചിലക്കുടിക്ക മുകളിലേക്ക് കയറി വരുന്നത്. ചില സ്ഥലങ്ങളിൽ ഇവരെ ചിന്നക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് നേരെ കാളകെട്ടി ഫോറസ്റ്റിലേക്ക് പോയി. കാളകെട്ടി ഫോറസ്റ്റ് ശരിക്കും വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. രാത്രി കാലങ്ങളിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഞങ്ങൾ ഓറിയന്റൽ ഡോറാൾ ബേർഡിനെ കണ്ടത്. ഡോളാർ ബേർഡിനെ കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തതാണ്. ഞങ്ങൾ ഉൾവനത്തിലേക്ക് പോകാറില്ല. റോഡ് സൈഡിൽ നിന്നാണ് ബേഡ്സിനൊക്കെ ചിത്രീകരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ലാത്ത ഏരിയയാണ്. ഞങ്ങൾ ആ റോഡ് സൈഡിൽ നിന്നും കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോയി. കണ്ടില്ലേ ഒരു ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിയൻ ഇരിക്കുന്നത്? അവിടെ ഞങ്ങളൊരു ഹിൽമൈനെ കണ്ടു. കാട്ടുമൈൻ എന്ന് വിളിക്കുന്ന ഇവർ നല്ല മനോഹരമായി പാട്ടുപാടുന്നവരുമാണ്. സിക്കിം, അരുണാചൽ പ്രദേശ്, പശ്ചിമഘട്ടം എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന പക്ഷിയാണ്. ഹിൽമൈനെ കാണാൻ നല്ല ഭംഗിയല്ലേ. അവർ 2 പേരുണ്ടേ. കണ്ടില്ലേ വട്ടമരം പൂത്ത് നിൽക്കുന്നത്? അതിനകത്ത് നിറച്ചും കിളികളുണ്ട്. കാണിച്ചു തരാവേ. അവിടെയും ഒരു ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡിനെ കണ്ടു. എന്തോ കൊത്തിപ്പറക്കി നടക്കുകയാണ്. തൊട്ടപ്പുറത്തെ ചില്ലയിൽ റെഡ് വിസ്കേഡ് ബുൾബുൾ ഇരിപ്പുണ്ട്. കുറച്ചു മാറി റിംഗ്നെക്ക് പാരറ്റുമുണ്ട്. ആ തത്തകൾ വട്ടമരത്തിന്റെ കായകൾ തിന്നുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ കണ്ട ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പിജിൻ ഇപ്പോൾ ഈ വട്ടമരത്തിലേക്ക് വന്നു. ഇവരെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. ആ മരത്തിൽ തന്നെ ഞങ്ങൾ ഒരു വെർണൽ ഹാങ്ങിങ് പാരറ്റിനെയും കണ്ടു. ഇവരെക്കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തതാണ്. ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോയി ഈ മരത്തിൽ ഇത്രയും കിളികളെ കണ്ടപ്പോൾ. ഈ മരത്തിൻ്റെ കായകൾ കഴിക്കാൻ വരുന്നതായിരിക്കും ഇത്രയധികം പക്ഷികൾ. തൊട്ടടുത്ത മരത്തിൽ തന്നെ ഞങ്ങൾ ഒരു ഗ്രീറ്റർ റാക്കറ്റ് ടൈൽഡ് ഡ്രോമോനെയും കണ്ടു. അവിടെ വെച്ച് ഞങ്ങൾ ഇന്ത്യൻ റൂഫസ് ബബ്ലറിനെയും കണ്ടു. റൂഫസ് ബബ്ലറിനെ കണ്ടാൽ പൂത്താങ്കിരി എന്ന് വിളിക്കുന്ന ജംഗിൾ ബബ്ലറാണെന്ന് തോന്നും. പക്ഷെ ജംഗിൾ ബബ്ലർ അല്ലാട്ടോ ഇത്. എന്നാൽ പൂത്താങ്കിരിയുടെ ഫാമിൽപ്പെട്ട വേറൊരു കിളിയാണിവൻ. ഇവരെക്കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ഇലയുടെ ഇടയിൽ ഒരു കിളി ഇരിക്കുന്ന കണ്ടില്ലേ? റൂഫസ് ബബ്ലറിൻ്റെ അഡൾട്ട് ആകാത്ത ബേഡാണേ. ആ കിളിയുടെ ചുണ്ടുകളിലൊന്നും അത്ര കളർ വന്നിട്ടില്ല.
അവിടെ ഞങ്ങളൊരു ബ്ലാക്ക് ത്രോട്ടഡ് മുനിയാനെ കണ്ടു. ഇവരെക്കുറിച്ചുള്ള ഷോർട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തതാണ്. ഏകദേശം 3 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് കിളികൾ കിട്ടിയ ദിവസമാണ്. അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇവിടുത്തെ ഈ വൃക്ഷങ്ങളും ചെടികളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിന് നല്ല കുളിർമയാണ്. അടുത്തുള്ള മരത്തിൽ വെൽവെറ്റ് ഫ്രണ്ടഡ് നെറ്റ് ഹെച്ച് എന്ന വേറെ കിളിയെ കണ്ടു. മലയാളത്തിൽ ഇവരെ ഗൗളിക്കിളി എന്നാണ് വിളിക്കുന്നത്. എന്ത് ഭംഗിയാണല്ലോ ഇവിടെയൊക്കെ കാണാൻ. ഞങ്ങൾ അവിടുന്ന് തിരിക്കുന്ന സമയം മലബാർ ജൈന്റ് സ്ക്വയറിൽ നമ്മുടെ മലയണ്ണാനെ കണ്ടു. എന്ത് രസമല്ലേ ഇവനെ കാണാൻ. ഇവനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 6 മണിയായപ്പോൾ തിരിച്ചു. ഇനിയും പുതിയ യാത്രയുമായി കാണാമേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.